ഒഫൻസ് വരും. മോഹൻലാലിനെതിരെ മുമ്പ് ആനക്കൊമ്പ് കേസ് വന്നതാണ്. സർക്കാർ എന്താ ചെയ്തത്? മോഹൻലാലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുകയല്ല ചെയ്തത്. സർക്കാർ ഇളവിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിലേക്ക് എഴുതുകയും ഇളവ് വാങ്ങിച്ചു കൊടുക്കുകയും സർക്കാർ ഉത്തരവ് ഇറക്കുകയുമാണ് ചെയ്തത്. കേരളത്തിൽ ഏത് സവർണ കുടുംബങ്ങളിൽ പോയാലും നമുക്ക് ഇത്തരത്തിലുള്ള വസ്തുക്കൾ കണ്ടെത്താൻ കഴിയും. ഇതെല്ലാം റെയ്ഡ് ചെയ്ത് പിടിച്ചെടുക്കുന്നതിനും നിയമ നടപടി സ്വീകരിക്കുന്നതിനും സർക്കാരിന് ഒരു തടസ്സവുമില്ല. പക്ഷേ അവരെ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ പിന്നീട് തെളിയിച്ചോളൂ എന്ന് പറയുന്ന തരത്തിലേക്ക് ഇതുവരെ ആരും ഇവിടുന്ന് ഓടിപ്പോകുന്ന ആളുകളൊന്നുമല്ല. ഇന്നലെ രാത്രി ഉണ്ടായ കള്ളക്കടത്തിന്റെ ഭാഗമായി പിടിച്ചെടുത്തതുമല്ല. അപ്പൊ ടാർഗറ്റഡ് ആയിട്ട് വേടനെതിരായിട്ട് ഒരു സംഗതി ഉണ്ടാവുന്നു. അതിനേക്കാൾ ഗുരുതരമായിട്ട് ഞാനത് സ്റ്റേറ്റിന്റെ ഭാഗത്ത് നിന്ന് ലോ എക്സിക്യൂട്ട് ചെയ്യുന്നതിനേക്കാൾ ഗൗരവമായി കാണുന്ന ഒരു സംഗതി, മീഡിയ ഇതിനെ കഴിഞ്ഞ 48 മണിക്കൂറിലധികമായിട്ട് ഇത് കേരളത്തിന്റെ ഏറ്റവും വലിയ എന്തോ പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നു. മൊത്തത്തിൽ കീഴാള സമൂഹത്തിന്റെ, സപ്രസ് ചെയ്യപ്പെട്ട സമൂഹത്തിന്റെ, അരികുവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ മാത്രമല്ല, ആ ഉയർത്തെഴുന്നേൽപ്പ് വേടൻ നടത്തുന്നത് വളരെ ശക്തമായ വാക്കുകളിലാണ്. വേടൻ മറ്റേതെങ്കിലും ആളുകളെ പോലെ പാടുക മാത്രമല്ല ചെയ്യുന്നത്, ആയിരക്കണക്കിന് 10,000-കണക്കിന് ചെറുപ്പക്കാരെ ആ ആശയത്തിലേക്ക് കൊണ്ടുവരിക കൂടിയാണ്. ഒരു പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങൾക്കോ സർക്കാരിന് പോലും കഴിയാത്ത ഒരു ആന്റി കെമിക്കൽ ഡ്രഗ് ക്യാമ്പയിൻ പോലും വേടൻ നടത്തുന്നുണ്ട്. വേടന്റെ വാക്കുകൾ അത്ര ശക്തമായിട്ടാണ് ഈ കെമിക്കൽ ഡ്രഗുകൾക്കെതിരായിട്ട് പറയുന്നത്. വേടൻ പരസ്യമായിട്ടല്ലേ പറഞ്ഞത്? ആ സത്യസന്ധതയെങ്കിലും ആളുകൾ അംഗീകരിക്കണം. ഞാൻ കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരാളാണ് എന്ന് പറയുന്ന ഒരാളെ ലോ ട്രീറ്റ് ചെയ്യുന്നത് ബെയിലബിൾ ഓഫൻസ് വെച്ചിട്ടാണ്. ഇന്ത്യയിലെ നീതിന്യായ സംവിധാനത്തിനകത്ത് കഞ്ചാവ് ഉപയോഗിക്കുന്നത് തെറ്റാണെങ്കിലും അയാളെ എന്നേക്കുമായി ജയിലിടാനല്ല പറയുന്നത്. ബെയിൽ കൊടുത്ത് അത് കഞ്ചാവാണെന്ന് ഉറപ്പുവരുത്തിയാൽ അയാൾക്ക് നടപടികളുണ്ട്. ഏതോ ഒരാൾക്കും ഷൈൻ ടോം ചാക്കോയെ കൊണ്ടുപോയതുപോലെ അത്തരത്തിലുള്ള ഡി അഡിക്ഷൻ സെന്ററുകളിലേക്ക് കൊണ്ടുപോവുകയാണ് അതിലുള്ള പോംവഴി. മറിച്ച് ഞാൻ ഈ പറഞ്ഞ പുലിപ്പല്ലിന്റെ ഉദാഹരണം വരുമ്പോഴേക്കും 7 വർഷം ഒരാൾ പുറത്തിറങ്ങില്ല, കേസിന്റെ നടപടികളുമായി മുമ്പോട്ട് പോകുന്നതും ഉറപ്പിക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് പോകുന്നതും അത് ആഘോഷിക്കുന്നതും, ഇത് രണ്ടും ജാതി കേരളത്തിൽ കൃത്യമായിട്ട് സവർണ ഇതിനെ പരിപോഷിപ്പിക്കുന്നതാണ്. വനം മന്ത്രി തന്നെ നേരിട്ട് വന്ന് പറയുകയാണ് 7 വർഷം വരെ തടവ് കിട്ടാവുന്ന വകുപ്പുകൾ ഞങ്ങൾ ഇതാ വേടനെതിരെ ചുമത്തിയിരിക്കുന്നു എന്ന്. സർക്കാരിന്റെ പരിപാടിയിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കി, അദ്ദേഹത്തിന്റെ ആ ഷോ ഒഴിവാക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു കറക്ഷൻ പ്രോസസ്സിൽ കൂടി തിരികെ കൊണ്ടുവരേണ്ട, വളരെ ഗംഭീരമായി ആഘോഷിക്കപ്പെടേണ്ട ഒരു കലാകാരനോടാണ് ഇത് ചെയ്യുന്നത്. അത് സർക്കാർ തലത്തിൽ തന്നെ നിയമ നടപടികൾ അതിന്റെ വശത്തുകൂടി പോകുമ്പോഴും അയാൾക്കെതിരെ സ്വീകരിക്കേണ്ട ഒരു ചേർത്തു നിർത്തൽ അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും വനം വകുപ്പിന്റെ ഈ കാര്യത്തിലുള്ള നിലപാട് ഇരട്ടത്താപ്പാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകൾ ധരിക്കുന്നത് എന്താണെന്ന് പരിശോധിച്ച് അവരെ പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരാണെങ്കിൽ ജയിലിലേക്ക് അയച്ചിട്ട് അവർ തെളിയിക്കട്ടെ എന്ന് ഇവർ പറയാത്തത്.